ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് വളരെ സ്വാദിഷ്ടമായതും അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് സ്വാദിഷ്ടമായ ഈ പുളിശ്ശേരി എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു പുളിശ്ശേരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പുളിശ്ശേരി ചക്കക്കുരുവും അതുപോലെ പച്ച മാങ്ങയും ചേർത്തിട്ടുള്ള പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. ഈ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഈ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരു നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ച മാങ്ങയാണ് വേണ്ടത്. നമ്മളിവിടെ ഒരു പച്ച മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങ ചിരകിയത് വേണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് വേണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം, പിന്നെ കുറച്ച് കറിവേപ്പില വേണം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ചക്കക്കുരു നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള ഈ മാങ്ങയും നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ ചക്കക്കുരു വേവുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് കത്തിച്ച് ഈ ചക്കക്കുരു വേവാനായിട്ട് അടുപ്പിൽ വയ്ക്കാം. ചക്കക്കുരു നല്ലതുപോലെ വെന്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. കത്തിച്ച് ചക്കക്കുരു വേവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു വേവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ ഈ തിരുമ്മി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാനുള്ളത്. മിക്സിയിൽ വെച്ച് തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് എടുക്കുമ്പോൾ പുളി കുറഞ്ഞ തൈരാണ് എടുക്കാനുള്ളത്. കാരണം നമ്മൾ മാങ്ങ ചേർത്തിട്ടാണ് ഈ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. മാങ്ങയിൽ ആവശ്യത്തിനുള്ള പുളിയുണ്ട്. അതുകൊണ്ട് പുളി കുറഞ്ഞ തൈര് വേണം എടുക്കാനുള്ളത്. ഇനി നമുക്ക് ഈ അര കപ്പ് തൈരും കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇത് ഒന്നും കൂടി മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. തൈരും കൂടി ചേർത്ത് നമ്മൾ ഈ തേങ്ങ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വേവാൻ വെച്ചിട്ടുള്ള ചക്കക്കുരു വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ചക്കക്കുരുവൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഈ പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ ചക്കക്കുരു നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം മാങ്ങ ചേർക്കാനുള്ളത്. മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ചക്കക്കുരു വെന്തതിന് ശേഷം മാത്രം മാങ്ങ ചേർത്താൽ മതി. നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഈ മാങ്ങയും കൂടി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ചുകൂടി ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒഴിച്ചു കൊടുത്താൽ വെള്ളവും കൂടി ചേർത്ത് ഈ കറി ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കണം. മാങ്ങയും കൂടി ചേർത്ത് നമ്മുടെ ഈ കറി നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത മാങ്ങയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകാതെ വേണം ഈ കറി തയ്യാറാക്കാനുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഉപ്പും കൂടി ചേർത്ത് ഈ കറി നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം.
അരച്ചു കൊടുത്ത തേങ്ങയും കൂടി ചേർത്ത് ഈ കറി നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അരച്ച് ചേർത്ത് തേങ്ങയും കൂടി ചേർത്ത് കറി നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ കറി നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അരച്ച് ചേർത്ത് തേങ്ങയും കൂടി ചേർത്ത് നമ്മുടെ കറി നല്ലതുപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർക്കാം. പുളിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഇത് നല്ലതുപോലെ അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഈ കറി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇത് ചൂടാക്കി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ല പത വരും. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ പുളിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിൽ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഈ ഉപ്പും കൂടി ഇതിലേക്ക് ഇളക്കി ചേർക്കാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ചക്കക്കുരുവും പച്ച മാങ്ങയും കൊണ്ട് തയ്യാറാക്കിയ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കറി തയ്യാറാക്കുമ്പോൾ നമ്മൾ കറി നല്ലതുപോലെ അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലതുപോലെ ചൂടാക്കി എടുത്താൽ മാത്രം. കറിയൊക്കെ നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് കടുക് കൂടി വറുത്ത് ചേർക്കാം. കടുക് വറക്കാനായിട്ട് പാത്രം അടുപ്പിൽ വെച്ചു. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നമുക്ക് നമ്മൾ പൊട്ടിച്ച കടുക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരുവും പച്ച മാങ്ങയും കൊണ്ട് തയ്യാറാക്കിയ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയ വളരെ സ്വാദിഷ്ടമായതും അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചക്കക്കുരുവും പച്ച മാങ്ങയും കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള പുളിശ്ശേരി. ഈ പുളിശ്ശേരി നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ചക്കക്കുരുവും പച്ച മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ പുളിശ്ശേരി തയ്യാറാക്കി നോക്കുക. താങ്ക് യു.